ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ ഉപേക്ഷിച്ചു പോകുന്നു. ചിലപ്പോൾ ചില ബന്ധങ്ങളെ ആവാം, മനസ്സിലായി, അത് ഏതു തരത്തിലുള്ള ബന്ധങ്ങളും ആവാം. ചിലപ്പോൾ വീട്ടിലുള്ള ബന്ധമാവാം, അതുപോലെ തന്നെ സമൂഹത്തിൽ ആരെങ്കിലുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ ആവാം, അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമാകാം, അതുമല്ലെങ്കിൽ ഏത് സാഹചര്യവുമാകാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അവരെയും ഉപേക്ഷിക്കുക. ടോക്സിക് ആയിട്ടുള്ള എന്തോ സാഹചര്യങ്ങളെയോ എത്ര തരത്തിലുള്ള വ്യക്തികളും ആകാം, അവരെയൊക്കെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചില ദുസ്വഭാവങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ടാവും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ ഈ ഒരു സ്വഭാവം എനിക്ക് ഒരുപാട് മോശകരമാണ്, അതുപോലെ തന്നെ എൻ്റെ ഐശ്വര്യത്തിന് ഇത് വിഘാതം സൃഷ്ടിക്കുന്നതാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ചില സ്വഭാവങ്ങളെ തന്നെയും ഉപേക്ഷിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മദ്യപാനമാകാം, അതുപോലെ തന്നെ സ്മോക്കിംഗ് ആവാം, അങ്ങനെയുള്ള ഒരുപാട് നിരന്തരം ചായ കുടിക്കുന്ന സ്വഭാവമാകാം, അതുപോലെ നിരന്തരം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാവാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാകാം, എപ്പോഴും ഇങ്ങനെ മൊബൈൽ ഫോണിന്റെ ഉപയോഗമാകാം. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും. ഇത് ഏത് കാര്യമായാലും നിങ്ങൾ ഇവിടെ ഇതിനെ ഇന്ന് ചിലപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പിരിച്വൽ വേയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ചിലപ്പോൾ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതാണ് ചിലപ്പോൾ 8 കപ്സിനെ ഉപേക്ഷിച്ച് പോകുന്നത്. അതായത് ഭൗതിക സുഖങ്ങളെയാണ് ഇവിടെ ഉപേക്ഷിക്കുന്നതെന്ന് കാണുന്നത്. അതുവരെ നിങ്ങൾ സന്തോഷത്തിലിരുന്ന, നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് കരുതിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളെയാണ് നിങ്ങൾ ഇപ്പോൾ ഉപേക്ഷിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി അങ്ങനെ പോകുമ്പോൾ നിങ്ങളിലേക്ക് സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ദോഷമാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇത് ഈ ഒരു സാഹചര്യം, ഈ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല. പലരുടെയും സാഹചര്യങ്ങൾ പലതാണ്, പലർക്കും റെസണേറ്റ് ആവത്തില്ല, എന്നാൽ ചിലർക്കൊക്കെ റെസണേറ്റ് ആവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു ജനറൽ റീഡിംഗ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അടുത്തതായിട്ട് എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നത്. അപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മനഃശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തതായിട്ട് കണ്ടില്ലേ, നിറഞ്ഞ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ നിങ്ങളെ തേടി വരുന്നുണ്ടാവാം. നിങ്ങൾക്ക് ആവോളം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് മാനസികമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, അതിൻ്റെതായ ഒരു സഫലതയിലിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യമായിട്ട് ഭവിക്കുന്നു. നിങ്ങളുടെ വിഷസ് കം ട്രൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നു, പല കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കുന്നു. അതുപോലെ ഭൗതികപരമായ സന്തോഷങ്ങളും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഭൗതികപരമായ മറ്റു ചില കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ആവാൻ സാധിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മാനസികമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിട്ടുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ച കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയുന്നു. കാരണം സ്വയം ഹീൽ ചെയ്യാൻ കഴിയുന്നു. ഇവിടെ നിങ്ങൾക്ക് വരുന്ന എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു.
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന ചില നിസാരമായ അസുഖങ്ങൾ, തലവേദനയാവാം, തലക്കറക്കാവാം, ചിലപ്പോൾ വയറിനുള്ള അസുഖമാകാം, മറ്റേതെങ്കിലുമൊക്കെ ചെറിയ നിസാരമായ അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ സ്വയം ഹീൽ ചെയ്ത് മാറ്റാനുള്ള ഒരു കഴിവുണ്ടാകുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു അസുഖം വന്നത്, മനസ്സിലായി? ഇവിടെ നല്ലൊരു ഹീലറാണ് നിങ്ങളെന്നാണ് കാണുന്നത്. അതായത് മറ്റുള്ളവരെ കൂടി ഹീൽ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു. നിങ്ങളുടെ തന്നെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്ന എനർജിയാണ്. അവിടെ നിങ്ങൾക്ക് ഹെൽത്തിലും വെൽത്തിലും എല്ലാം നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ഈ ഒരു സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട സമൂഹത്തിൽ നിങ്ങൾക്കൊരു സ്റ്റാറായിട്ട് തിളങ്ങാനുള്ള സാധ്യത, അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്ന ചില ജോലിക്കാര്യങ്ങളിൽ മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ഉയർച്ചയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല എനർജിയാണ്. നിങ്ങൾക്ക് അതുപോലെ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ആ സാധിക്കുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തുടക്കമാണ്. ഏസ് എന്ന് പറയുമ്പോൾ ഒരു തുടക്കത്തിന്റെ എനർജി അല്ലെ, സണ്ണിന്റെ എനർജിയാണ്. കാരണം നിങ്ങളൊരു വെളിച്ചത്തിലേക്ക് പോകുന്നു. വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ജീവിതത്തിൽ ഒരു തുടക്കത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന എന്തിന്റെ? ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളാവാം, ചിലപ്പോൾ ചില യാത്രകളാവാം. യാത്രകളെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ ചിലപ്പോൾ വിദേശത്തൊക്കെ പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഗ്രഹം സഫലമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങളൊരു തുടക്കം കുറിക്കുന്നുണ്ടാവാം. ഇവിടെ ഒരു തുടക്കത്തിൻ്റെതായ എനർജിയാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ചില യാത്രകളാവാം, ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന എനർജി ആവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല അവസരങ്ങളും വരാനുള്ള എനർജി ഉണ്ട്. പല ജോലിക്കാര്യങ്ങളിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോഡ്, സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെയോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, അവസരങ്ങൾ വരുന്നുണ്ട്, യാത്രകൾ ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്തിനാണോ തുടക്കം കുറിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും അവിടെ ഒരു സക്സസ് നേടാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ ഉൾപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് മോശകരമായ കാര്യങ്ങളിലായിരിക്കണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു ഉയർച്ച വരുന്നതായിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ? വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഈ ഒരു ഭാഗ്യചക്രം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭാഗ്യചക്രം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുവരെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സമയം മോശമാണെന്നാണ് നിങ്ങൾക്ക് തോന്നിയിരുന്നത് എങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് കിടക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു നല്ല സമയമാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ഏതൊരു കാര്യത്തിൻ്റെതായാലും, ചിലപ്പോൾ ജോലിക്കാര്യമായാലും, ചിലപ്പോൾ പഠിക്കുന്ന കാര്യമായാലും, ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെതായാലും, അതുമല്ല ചിലപ്പോൾ ഏതെങ്കിലും ബുദ്ധിപരമായ ആവേശകരമായ നിങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, എന്തിലാണോ നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ നട്ടിരിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഭാഗ്യസമയമാണ് മുന്നോട്ട് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് നല്ലൊരു പ്രോഗ്രസ് ലഭിക്കുന്നു. ചിലപ്പോൾ ജോലിക്കാര്യത്തിലും ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം ലക്കി ആയിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. വളരെയധികം ഭാഗ്യം നിറഞ്ഞ ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചിനെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചേഞ്ചിനെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വരുന്നത് ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്
നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചില ജോലിയൊക്കെ കിട്ടിയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചില വാഹനങ്ങളൊക്കെ വാങ്ങിച്ചത് നശിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ വീട് വെക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സാമ്പത്തികപരമായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പിലെ ചീറ്റിങ്, ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണം, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ജീവിതത്തിലെ ദുരന്തങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദുരിതം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ദുരന്തങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇരുളടഞ്ഞ റൂമിലിരുന്ന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും നല്ലൊരു സക്സസിലേക്കാണ് വരാൻ പോകുന്നത്, നല്ലൊരു ചേഞ്ചിലേക്കാണ് വരാൻ പോകുന്നത്, നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു, അതോടുകൂടി നിങ്ങൾക്ക് പുതിയ ചേഞ്ചസ് വരികയാണ് ജീവിതത്തിൽ. മനസ്സിലായി? നിങ്ങളല്ലാതെ മാറുകയാണ് ചെയ്യുന്നത്, നിങ്ങളായിട്ടല്ല, നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറാനുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പുതിയൊരു ലൈഫിലേക്ക് വരുമ്പോൾ. ഇവിടെ ഒരു ഡെത്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു റീബർത്ത് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുന്നു, ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ നല്ല ഒരു മാറ്റത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ഇനി അതുമല്ല ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടോ, അവരെ അന്വേഷിക്കുന്നതാവാം. ഒന്നുകിൽ നിങ്ങൾ അവരെ അന്വേഷിക്കുന്നുണ്ടാവാം, എല്ലാ ദിവസവും രാവിലെ അവരുടെ മെസ്സേജ് ഉണ്ടോ, കാളുണ്ടോ, അഥവാ നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ, അവരെ എപ്പോഴും വരെ ഓൺലൈൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും പുതിയ തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെ പ്രോഗ്രസ് എത്രമാത്രമാണ് എന്നുള്ള നോട്ടവും ആകാം. ഇനി അതുമല്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് തുടങ്ങുന്നുണ്ടോ, ഇനി അതുമല്ല നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയും നിങ്ങൾ എല്ലാ ദിവസവും എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ്, വളരെയധികം ആവേശത്തോട്. വാൻസ് ഫയർ സൈൻ ആണ്, ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി. അപ്പൊ ഇതിങ്ങനെ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു, കണ്ണു തുറപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം പഴയതിനേക്കാൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന ഒരു സമയം, കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണിത്. വളരെയധികം ആവേശത്തോടെ നിങ്ങൾ പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി എന്താണ് അടുത്തത് നമുക്ക് നോക്കാവേ. 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടല്ലോ, ഇവിടെ 8 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. പെട്ടെന്നൊരു ചേഞ്ചാണ് ഇവിടെ. വളരെയധികം ആവേശത്തോടുകൂടി ചില കാര്യങ്ങൾ ആക്ഷൻ എടുക്കുന്നത് ഇവിടെ വളരെ പെട്ടെന്നാണ്. സ്പീഡ് ആക്ഷനാണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങളുടെ ജോലി കാര്യത്തിലാകാം, നിങ്ങളുടെ മറ്റ് പേഴ്സണലായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിലാവാം, ചിലപ്പോൾ ചിലരൊക്കെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാവാം. എന്തായാലും ശരി, ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിവിടെ ആവേശത്തോടുകൂടി അത്രമാത്രം സ്പീഡിൽ ആക്ഷൻ വരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വരാൻ വേണ്ടി കാത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങളൊരു യാത്രയിലാവാം ഈ സമയം, ചിലപ്പോൾ ആരെങ്കിലും യാത്രയിൽ ഇരുന്നുകൊണ്ടാവണം ഈ വീഡിയോ കാണുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലൊരു, നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒരു പ്രോഗ്രസ് വരാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ ലഭിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയനും സംഭവിക്കാം. നല്ല യാത്രകൾ നടത്താം. യാത്രകളിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സഫലമാകും, പല കാര്യങ്ങളും സക്സസ് ആയിട്ട് മുന്നോട്ട് വരും എന്നുള്ളതും കാണുന്നുണ്ട്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു. ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ.
ഇവിടെ സെലിബ്രേഷനാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് ക്ഷണിക്കുന്നതാകാം, ചില പാർട്ടികളിൽ നിങ്ങൾ പങ്കെടുത്ത് സന്തോഷം അനുഭവിക്കുന്നതാവാം, മറ്റ് ചില പഴയ കൂട്ടുകാർ എത്തിച്ചേർന്നിട്ട് അവരുമായിട്ട് സന്തോഷിക്കുന്ന എനർജി ആവാം, ചിലപ്പോൾ ചില ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ട് അവിടെ ചിലപ്പോൾ വിജയം നേടാവുന്നതാണ്. അതുമല്ല, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് സന്തോഷം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പുതിയ വീട് പണി തുടങ്ങുന്നതിൻ്റെ ആവാം. അപ്പോൾ ചിലപ്പോൾ ചിലരുടെ വിവാഹം നടക്കുന്നതാവാം, അല്ലെങ്കിൽ അകന്നിരുന്നവർ കൂടെ ചേരുന്നതാവാം. അങ്ങനെ പല കാര്യത്തിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് പോസിബിലിറ്റീസ് ആണ്. കണ്ടില്ലേ? ഈ ഒരു പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാധ്യതകൾ വരുന്നുണ്ട്. എല്ലായ്പ്പോഴും സാധ്യതകൾ ഉണ്ടാവണമല്ലോ, അല്ലെ? സാധ്യതകൾ ഇല്ല എങ്കിൽ എങ്ങനെയാണ്? ജീവിതം എപ്പോഴും പരാജയത്തിലേക്ക് കൂപ്പുകുത്തും, അല്ലെ? അപ്പൊ ഇവിടെ ഈ സാധ്യതകൾ എന്ന് പറയുമ്പോഴെന്താണ്, എത്ര മുകളിലേക്ക് നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നു അത്രയും നിങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കും, ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു. ഈ ഒരു സാധ്യതകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു. ഉയരങ്ങളിൽ നിന്നാലും ശരി, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചില ജോലി കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ചില കാര്യങ്ങളാവാം, ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. അത് നിമിത്തം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ റൈപ്നെസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെയിൻബോ കാണിച്ചിട്ടുണ്ട്. 9 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ ഫ്രൂട്ട്ഫുൾ ആണ്, കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇന്ന് സാധ്യമായി കിട്ടുന്ന എനർജിയാണ്. അതുവഴി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരു ദിവസം ഇന്ന് വന്നു ചേരുന്നു എന്നുള്ള, അതുവഴി നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷത്തിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആദ്യമായി നട്ട ചെടിയിൽ ചിലപ്പോൾ പൂവുണ്ടാകുന്നു, ചിലപ്പോൾ കായ ഉണ്ടാകുന്നു, അത് പഴുത്ത് പാകമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് സഫലമാകുന്നതാവാം. മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ മനസ്സ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ അത് ലഭിക്കുന്നതുമാകാം, ചിലപ്പോൾ ജോലി ലഭിക്കുന്നതാവാം, ഇപ്പോൾ വിവാഹം നടക്കുന്നതാവാം. എന്തിലാണോ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണോ അത് നിങ്ങൾക്ക് ഇവിടെ സഫലമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലൊക്കെ കാണുന്നത് വരേക്കും ബൈ.